HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദിയ, അനാമിക, അവിനാശസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഭൂമിയിലേക്ക് മടങ്ങാൻ കാരണം തൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് മൈക്ക് ഫെൻകെ. വീണ ജോർജിനെതിരെ ആക്രമണം. 2000 തണ്ണീർക്കുടം സ്ഥാപിക്കും. കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ് ഹൈക്കോടതി. കോടതിക്ക് അപകീർത്തി. NCERT പുസ്തകം നിരോധിച്ചു. MV ഗോവിന്ദൻ മാപ്പുരാണ് യോഗക്ഷേമ സഭ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഭൂമിയിലേക്ക് മടങ്ങാൻ കാരണം തൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് മൈക്ക് ഫെൻകെ. സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യസംഘം കാലാവധി തീരും മുൻപേ മടങ്ങിയത് തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡറായിരുന്ന മൈക്ക് ഫെൻകെ സ്ഥിരീകരിച്ചു. മൈക്ക് ഫെൻകെ, സെന കാർഡ്മാൻ, കിമിയ യൂയി, ഒലെഗ് പ്ലാറ്റോനോവ് എന്നിവരടങ്ങുന്ന സംഘം ജനുവരി പകുതിയോടെയാണ് ഭൂമിയിലേക്ക് മടങ്ങിയത്. യാത്രികൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ ഒരു ദൗത്യം നാസ പകുതിക്ക് വെച്ച് നിർത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. വീണ ജോർജിനെതിരെ ആക്രമണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കഴുത്തിൽ ക്ഷതമേറ്റത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ കരിങ്കോടി പ്രതിഷേധത്തിനിടെയാണെന്ന് തെളിവ് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞില്ല. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നതിന് തെളിവുകൾ കിട്ടിയില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുന്ന വീണയ്ക്ക് കഴുത്തിന് ക്ഷതമേറ്റത് കയ്യേറ്റത്തെ തുടർന്നാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലും വ്യക്തമല്ല. 2000 തണ്ണീർക്കുടം സ്ഥാപിക്കും. വേനൽക്കാലത്തോടെ ദാഹജലത്തിനു വേണ്ടി അലയുന്ന പറവകൾക്കും സഹജീവികൾക്കും ദാഹജലമൊരുക്കുക ലക്ഷ്യമാക്കി SYS പറവകൾക്കൊരു തണ്ണീർക്കുടം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വർക്കല സോണിൽ 2000 തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കുന്നു. മേഖലാതല ഉദ്ഘാടനം കല്ലമ്പലം ബദ്ദ അക്കാദമിയിൽ നടന്നു. നേതാക്കളായ നൗഫൽ, SCR, നസീമുദ്ദീൻ, ജാബിർ, അബ്ദുൽ സലാം എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ് ഹൈക്കോടതി. കേരള സ്റ്റോറി 2 സിനിമ റിലീസ് ഹൈക്കോടതി തടഞ്ഞു. 15 ദിവസത്തേക്കാണ് ചിത്രത്തിൻ്റെ റിലീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റേതാണ് ഉത്തരവ്. കേരള സ്റ്റോറി എന്ന ടൈറ്റിലിൽ വാസ്തവ വിരുദ്ധത ഉണ്ടെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും കേരളത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോടതിക്ക് അപകീർത്തി. NCERT പുസ്തകം നിരോധിച്ചു. കോടതി സംവിധാനത്തിലെ അഴിമതിയെക്കുറിച്ചും കേസുകൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ചുമുള്ള അധ്യായം ഉൾപ്പെട്ട 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം സുപ്രീം കോടതി നിരോധിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ പുസ്തകം വിതരണം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും വിവാദ പാഠപുസ്തകം മാറ്റിയെഴുതി പത്രക്കുറിപ്പിലൂടെ NCERT മാപ്പപേക്ഷിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. MV ഗോവിന്ദൻ മാപ്പുരാണ് യോഗക്ഷേമ സഭ. ശബരിമല തന്ത്രിക്കെതിരായ പരാമർശം പിൻവലിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാപ്പ് പറയണമെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. തന്ത്രിയെയും ബ്രാഹ്മണ സമുദായത്തെയും താറടിച്ചു കാണിക്കുന്ന പ്രസ്താവന പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും സഭ ആവശ്യപ്പെട്ടു. ഇറാൻ ഷിപ്പ് കില്ലർ മിസൈൽ വാങ്ങുന്നു. ചൈനയ്ക്ക് നേട്ടം, അമേരിക്കയ്ക്ക് ഭീഷണി. അമേരിക്കയുമായുള്ള യുദ്ധഭീതി തുടരുന്നതിനിടെ ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈൽ വാങ്ങാൻ ഇറാൻ. സൂപ്പർസോണിക് കപ്പൽ വേദ മിസൈലായ CM-302 ഇറാൻ വാങ്ങാനായി പദ്ധതിയിടുന്നത്. ആണവ ചർച്ച വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഇറാൻ. US-മായി നടത്തുന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് നേരെ ആക്രമണം ഉറപ്പെന്ന സൂചനകൾ ശക്തമായതോടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ സൂചന നൽകി. ജനീവയിൽ ഇന്നലെ രാവിലെയാണ് 3ാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചത്. ആണവ വിഷയത്തെക്കുറിച്ചുള്ള ഉപരോധം നീക്കുന്നതിനെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് തീരുമാനിക്കുന്നതെങ്കിലും മാറ്റം വരുത്താൻ ഇറാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വർക്കലയിൽ തിരയിൽപ്പെട്ട യുവാവിനെ രക്ഷിച്ചു. കടലിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ തിരയിൽപ്പെട്ട യുവാവിനെ ലൈഫ് ഗാർഡ് രക്ഷിച്ചു.
കോയമ്പത്തൂർ സ്വദേശി വേണുഗോപാലിനെയാണ് രക്ഷിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:50 തിരുവമ്പാടി തീരത്തായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്നെത്തിയ 14-അംഗ സംഘമാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. ഇതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് വേണുഗോപാൽ മുങ്ങി താഴുകയായിരുന്നു. തീരത്തുണ്ടായിരുന്ന ലൈഫ് ഗാർഡ് അജിത്താണ് രക്ഷിച്ച് കരയ്ക്കെത്തിച്ചത്. വിജയിയുടെ കന്നിയംഗം പെരമ്പൂരിൽ. TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ നിന്ന് മത്സരിച്ചേക്കും. മുതിർന്ന നേതാക്കളായ ബൂസി ആനന്ദ്, സെങ്കോട്ടയ്യൻ, ആദവ് അർജുന എന്നിവർ പങ്കെടുത്ത TVK യോഗം വിജയ് പെരമ്പൂരിൽ മത്സരിക്കണമെന്ന പ്രമേയം പാസാക്കി. വടക്കൻ ചെന്നൈയിലെ ഒരു മണ്ഡലമാണ് വിജയിയുടെ മനസ്സിലെന്ന് ആദവ് പറഞ്ഞപ്പോൾ പെരമ്പൂരിൽ TVKയ്ക്ക് 40,000 പ്രവർത്തകരുണ്ടെന്ന് ആനന്ദ് അവകാശപ്പെട്ടു. കഴിഞ്ഞ 2 തവണയും 1,00,000-ലേറെ വോട്ടിന് DMK ജയിച്ച മണ്ഡലമാണ് പെരമ്പൂർ. ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ വേളാച്ചേരി, വിരുകഭാഗം സിറ്റികളും വിജയ്ക്കായി TVK പരിഗണിച്ചിരുന്നു. പ്രൊഫസർ DK ഉമ്മൻ ഓർമ്മയായി. പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ DK ഉമ്മൻ അന്തരിച്ചു. ആലപ്പുഴ വെൺമണിത്തറയിലത്ത് കീരിക്കാട്ട് കുടുംബാംഗമാണ്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഓഫ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റത്തിൽ പ്രൊഫസർ ഇമെരിറ്റസ് ആയിരുന്നു. ഡൽഹി സർവകലാശാലയിലും പഠിപ്പിച്ചിരുന്നു. ഹർജി നിലനിൽക്കെ സർക്കാരിൻ്റെ പുതിയ ബ്രാൻഡിക്ക് പേരിട്ടു. റിപ്പോർട്ട് തേടി കോടതി. ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെ സർക്കാരിൻ്റെ പുതിയ ബ്രാൻഡിക്ക് പേരിട്ടതിൽ റിപ്പോർട്ട് തേടി കോടതി. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിഷയത്തിൽ ബുധനാഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് നൽകാൻ മ്യൂസിയം പോലീസിനോട് ആവശ്യപ്പെട്ടത്. കൊല്ലം സ്വദേശി MM സഞ്ജീവ് കുമാറാണ് കോടതിയിൽ പരാതി നൽകിയത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഭൂമിയിലേക്ക് മടങ്ങാൻ കാരണം തൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് മൈക്ക് ഫെൻകെ. വീണ ജോർജിനെതിരെ ആക്രമണം. 2000 തണ്ണീർക്കുടം സ്ഥാപിക്കും. കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ് ഹൈക്കോടതി. കോടതിക്ക് അപകീർത്തി. NCERT പുസ്തകം നിരോധിച്ചു. MV ഗോവിന്ദൻ മാബൂരാണ് യോഗക്ഷേമ സഭ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. പിറന്നാൾ ദിനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് രാജവംശത്തിലെ മുൻ രാജകുമാരൻ ആരാണ്? ഉത്തരം ആൻഡ്രൂ മൗണ്ട് ബേറ്റൻ വിൻസർ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഓഫ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റത്തിൽ ഇമെരിറ്റസ് ആരായിരുന്നു? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.